കിക്രുമ യുദ്ധം ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വിറപ്പിച്ച നാഗാവീര്യം. വടക്ക് കിഴക്കൻ ഭാരതത്തിലെ മലനിരകൾ തങ്ങളുടെ തോക്കുകൾക്കും പീരങ്കികൾക്കും മുന്നിൽ ഒരിക്കലും കീഴടങ്ങില്ലെന്ന് ഈ ഗ്രാമത്തിലെ നാഗായോദ്ധാക്കൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് കാട്ടിക്കൊടുത്തു. 1851 ഫെബ്രുവരി ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നാഗാക്കുന്നുകൾ ആളിപ്പടരുകയായിരുന്നു. കഴിഞ്ഞ 20 വർഷമായി ബ്രിട്ടീഷുകാർ ഗ്രാമങ്ങൾ ചുട്ടരിച്ചും വിളകൾ നശിപ്പിച്ചും ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയും തങ്ങളുടെ ആധിപത്യം നിലനിർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. നിരവധി പോരാട്ടങ്ങൾക്കും നാശനഷ്ടങ്ങൾക്കും ശേഷം ഈ കുന്നുകൾ പൂർണ്ണമായും ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച് പോലും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ചിന്തിച്ചു തുടങ്ങിയിരുന്നു. ആ സമയത്താണ് ഒരു ഗ്രാമം മുന്നോട്ട് വന്നത്, കിക്രുമ. അതൊരു സാധാരണ ഗ്രാമമായിരുന്നില്ല. 1000ഓളം വീടുകൾ, കരുത്തരായ യോദ്ധാക്കൾ, ശക്തമായ സംസ്കാരം എന്നിവയാൽ സമ്പന്നമായിരുന്നു ആ പ്രദേശം. അയൽഗ്രാമങ്ങൾ പോലും കിക്രുമയെ ഭയപ്പെട്ടിരുന്നു. ഈ ഗ്രാമം തങ്ങളെ അജയ്യരായി കരുതിയിരുന്നതായി ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിഹോയെപ്പോലുള്ള ഇതിഹാസ യോദ്ധാക്കളുടെ സ്മരണകൾ ഇന്നും കിക്രുമയുടെ കരുത്തായി നിലനിൽക്കുന്നു. കിക്രുമ നിശബ്ദരായിരുന്നില്ല. അവർ ബ്രിട്ടീഷ് ക്യാമ്പിലേക്ക് 2 ദൂതന്മാരെ അയച്ചു. ക്യാപ്റ്റൻ വിൻസെന്റ് റീഡിന് നേരിട്ടൊരു സന്ദേശം നൽകി: ഈ കുന്നുകളിൽ യഥാർത്ഥ അധികാരം ആർക്കാണെന്ന് യുദ്ധത്തിലൂടെ തെളിയിക്കുക. ഈ വെല്ലുവിളിയോടൊപ്പം യുദ്ധ നിയമപ്രകാരം ഒരു കുന്തവും അവർ കൈമാറി. ഇത് അവരുടെ അചഞ്ചലമായ ധൈര്യത്തെയാണ് കാണിച്ചത്. സ്വാതന്ത്ര്യത്തിനായി അവർ പരസ്യമായി യുദ്ധം പ്രഖ്യാപിച്ചു. 1851 ഫെബ്രുവരി 11 പുലർച്ചെ ബ്രിട്ടീഷ് സേന മുന്നേറി. അവരുടെ കയ്യിൽ തോക്കുകളും പീരങ്കികളും മോർട്ടാറുകളും ഉണ്ടായിരുന്നു. കിക്രുമയുടെ പക്കൽ കുന്തങ്ങളും പരിചകളും ഭയമില്ലാത്ത ധൈര്യവും മാത്രം. പർവ്വത ചെരിവുകളിൽ അതിശക്തമായ പോരാട്ടം നടന്നു. ഈ പോരാട്ടം അങ്ങേയറ്റത്തെ ധീരതയുടെ ഉദാഹരണമെന്നാണ് ബ്രിട്ടീഷ് റിപ്പോർട്ടുകൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. എങ്കിലും ആയുധങ്ങളിലെ അസമത്വം കാരണം 100ഓളം യോദ്ധാക്കൾ രക്തസാക്ഷികളായി. അവർക്ക് ഗ്രാമം ഉപേക്ഷിക്കേണ്ടി വന്നു. യുദ്ധം ജയിച്ചിട്ടും ബ്രിട്ടീഷുകാർ ക്രൂരത അവസാനിപ്പിച്ചില്ല. അവർ വീടുകൾ ചുട്ടരിക്കുകയും വിളകൾ നശിപ്പിക്കുകയും ചെയ്തു. സ്ത്രീകളോടും കുട്ടികളോടും പ്രായമായവരോടും ഒരു ദയയും കാണിച്ചില്ല. ഏകദേശം 300ഓളം പേർ കൊല്ലപ്പെട്ടു. 1000 വീടുകളുണ്ടായിരുന്ന ആ ഗ്രാമത്തിൽ ഒടുവിൽ അവശേഷിച്ചത് വെറും 6 വീടുകൾ മാത്രമായിരുന്നു. ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും കിക്രുമ ഗ്രാമം ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ തലകുനിച്ചില്ല. ഈ യുദ്ധം കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ നാഗാക്കുന്നുകളിൽ ഇടപെടില്ലെന്ന നയം സ്വീകരിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ നിർബന്ധിതരായി. ഈ മലനിരകളിൽ ഇനി ഇടപെടില്ലെന്ന് അവർക്ക് തീരുമാനിക്കേണ്ടി വന്നു. മലമുകളിലെ ഒരു ചെറിയ ഗ്രാമത്തിനു പോലും ബ്രിട്ടീഷുകാരിൽ ഭയമുണ്ടാക്കാൻ കഴിയുമെന്ന് ആ നാഗായോദ്ധാക്കൾ തെളിയിച്ചു. കിക്രുമ യുദ്ധത്തിൽ തോറ്റിട്ടുണ്ടാകാം, പക്ഷേ ആ വീരയോദ്ധാക്കളുടെ ധീരതയെ ചരിത്രം ഒരിക്കലും മറക്കില്ല.